നമസ്കാരം. ഇന്ന് ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ചില അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുന്ന ദിവസമാകുന്നു. ഈ അത്ഭുതകരമായ യോഗങ്ങളുടെ ഫലങ്ങളാൽ ചില രാശിക്കാരുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം പൊതുവെ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെ പറയാം. ഇന്ന് ജൂൺ 8 ശനിയാഴ്ചയാകുന്നു. ശനിദേവൻ അതിൻ്റെ മൂലത്രികോണ രാശിയായ കുംഭത്തിൽ നിൽക്കുന്നതിനാൽ തന്നെ ശശ രാജയോഗം രൂപാന്തരപ്പെടുന്നതായ ദിവസം. ബുധന്റെ രാശിയായ മിഥുനം രാശിയിൽ ചന്ദ്രൻ വരികയും കൂടാതെ ഇന്ന് ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷത്തിന്റെ 2ാം ദിവസം കൂടിയാകുന്നു. ഈ ദിവസം ശനി ശശയോഗം, ഗുരു ആദിത്യയോഗം, വൃദ്ധിയോഗം, തിരുവാതിര നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും നടക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ചില രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ഇന്ന് വന്ന് ചേരുന്നതാകുന്നു. ഈ സൗഭാഗ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ തുടരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. ഏതെല്ലാം രാശിക്കാരാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ പോകുന്നത് അഥവാ രാജയോഗത്താൽ ഉയർച്ച നേടിയെടുക്കാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിയാകുന്നു. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം അവർക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസം തന്നെയാകുന്നു. ഈ രാശിയിലുള്ള വ്യക്തികൾക്ക് അവരുടെ പ്രയത്നം അത് ശരിയായ രീതിയിൽ വന്ന് ഭവിക്കുകയും വിജയങ്ങൾ നേടുവാൻ സാധിക്കുകയും ചെയ്യും. ഇവരുടെ ജീവിതത്തിൽ സ്വത്ത് സംബന്ധമായ ഏതെങ്കിലും തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിക്കുവാനും അത് അനുകൂലമാക്കി തീർക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാകുന്നു. കൂടാതെ ഈ സമയം സുഹൃത്തുക്കളിൽ നിന്നും ഇന്നേ ദിവസം പ്രത്യേകിച്ചും സുഹൃത്തുക്കളിൽ നിന്നും ചില ശുഭകരമായ വാർത്തകൾ, ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ പ്രശസ്തി നേടുവാനുള്ള സാധ്യതകളും അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിൽ അത്തരത്തിൽ നേടുവാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാനോ ഇന്നേ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. പൊതുവെ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതായ ദിവസങ്ങളാണ് വന്നു ചേരുക. സാമ്പത്തികപരമായി അല്പം നേട്ടങ്ങൾ, ഉയർച്ചയ്ക്കുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഏതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട് എങ്കിലും ആ തർക്കങ്ങളിൽ പരിഹാരമാവുകയോ രമ്യതയിൽ എത്തുകയോ യോജിപ്പ് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ഈ സമയം നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വാസം അർപ്പിച്ച് പരസ്പരം മനസ്സിലാക്കി, പ്രത്യേകിച്ചും ഭാര്യ ഭർത്തൃ കലഹങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുകയും കൂടാതെ നിങ്ങളുടെ പ്രവൃത്തികളിൽ നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കി ആ കർമ്മ മേഖലയിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതിലൂടെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിക്കേണ്ടതും എടുത്തു ചാടാതെ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. നിങ്ങൾക്ക് പൊതുവെ നോക്കുകയാണ് എങ്കിൽ ശുഭകരമാണ് എന്ന് തന്നെ മനസ്സിലാക്കുക. പരിഹാരമായി ഒരു കാര്യം കൂടി ചെയ്യുക, അതായത് കൂടുതൽ കാര്യങ്ങൾ അനുകൂലമായി തീരുവാൻ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ശനിദോഷവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പ്രത്യേകിച്ചും ഈ കാര്യം ചെയ്യുവാൻ മറക്കാതിരിക്കുക. ശനിയാഴ്ച ഒരു പാത്രത്തിൽ കടുകെണ്ണയിൽ നാണയമിട്ട് അതിൽ നിങ്ങളുടെ പ്രതിബിംബം കാണുക എന്ന കാര്യമാകുന്നു. ഏവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് എണ്ണ ചോദിക്കുന്നതായ വ്യക്തികൾക്ക് ഈ എണ്ണ നൽകുകയോ അല്ലെങ്കിൽ ശനിദേവന്റെ ക്ഷേത്രത്തിൽ ഇവ വയ്ക്കുകയോ ചെയ്യുക. ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ ശനിദോഷം ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കർക്കിടകം രാശിയാകുന്നു. കർക്കിടകം രാശിക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം നിങ്ങൾക്ക് ചില ശുഭകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുന്നതിനാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്ന് പോരാവുന്നതാകുന്നു. അതിനാൽ ശുഭകരമാണ് ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ശശരാജയോഗം മൂലം ആരംഭിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. കർക്കിടക രാശിക്കാരുടെ ഏതൊരു ജോലിയും അത് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. സാമ്പത്തികപരമായ നേട്ടം, ഉയർച്ച എന്നിവയ്ക്ക് സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തികപരമായ ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതാകുന്നു. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിക്ഷേപങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിന് അനുകൂലമായ ദിവസം തന്നെയാണ് ഇത്. ലാഭം അല്പം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ
സ്വീകാര്യത അല്ലെങ്കിൽ ബഹുമാനം വർദ്ധിക്കുന്നതായ അവസരം കൂടി വന്നു ചേരും. പ്രണയികൾക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഗുണകരമായ മാറ്റങ്ങൾ ബന്ധങ്ങളിൽ വന്ന് ചേരുന്നതായ സമയമാകുന്നു. ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തികപരമായ പ്രതിസന്ധികൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിൽ നിന്നും കരകയറുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാകുന്നു. ഈ സമയം പുതിയ ആശയങ്ങൾ, എപ്രകാരം ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാം, ഇപ്പോൾ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങളിൽ നിന്നും എപ്രകാരം തരണം ചെയ്യാം തുടങ്ങിയ ചില ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ദിവസം കൂടിയാകുന്നു. അതിനാൽ തന്നെ അവ നടപ്പിലാക്കുന്നതിലൂടെ തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. പ്രത്യേകിച്ചും ശനിദേവനെ നിങ്ങൾ പ്രീതിപ്പെടുത്തേണ്ടത് അനിവാര്യമാകുന്നു. ശനിദേവനെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ വന്നു ചേരും. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഈ പരാമർശിക്കുന്നതായ മന്ത്രം തീർച്ചയായും ജപിക്കുക എന്ന കാര്യമാകുന്നു. നിത്യവും 3 തവണയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും എങ്കിൽ 108 തവണയോ ജപിക്കുക. വിളക്ക് തെളിയിച്ചതിന് ശേഷം ശുഭവസ്ത്രം അണിഞ്ഞ് ഈ മന്ത്രം ഇന്നേ ദിവസം പ്രത്യേകിച്ചും തുടർന്നുള്ള ദിവസങ്ങളിലും ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മന്ത്രം ഇപ്രകാരമാണ്: ഓം ശം ശനൈശ്വരായ നമഃ എന്നാകുന്നു. ഈ മന്ത്രം നിങ്ങൾ നിത്യവും 3 തവണയോ അല്ലെങ്കിൽ 108 തവണയോ ജപിക്കുക. ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഈ മന്ത്രം ജപിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ധനു രാശിയാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു സമയമാണ് എന്ന് പറയാം. കാരണം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നതായ ദിവസം. ഇന്നേ ദിവസം ശശരാജയോഗം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ ഇത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഭാഗ്യം മൂലം ധനുരാശിക്കാർക്ക് ജോലി ലഭിക്കുവാനും ജോലിയിൽ വിജയങ്ങൾ നേടുവാനും വിദേശത്തോ അല്ലെങ്കിൽ നാട്ടിലോ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളും വർദ്ധിക്കുന്നതാകുന്നു. ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ഒരു പരിധിവരെ അത്തരം കാര്യങ്ങൾ അനുകൂലമാകുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. കഠിനാധ്വാനം പല കാര്യങ്ങളിലും ചെയ്യേണ്ടതായി വരും. എന്നാൽ അതിനനുസരിച്ചുള്ള ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഈ സമയം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളാൽ നിങ്ങൾ വിഷമിക്കുന്നവരാണ് എങ്കിൽ, സാമ്പത്തിക പരാധീനതകളുണ്ട് എങ്കിൽ അതിൽ നിന്നും ഒരു പരിധിവരെ നിങ്ങൾക്ക് മോചനം ലഭിക്കുകയോ അല്ലെങ്കിൽ എപ്രകാരം കരകയറുകയോ അതേക്കുറിച്ച് ചിന്തകൾ വരികയോ ചെയ്യാം. അല്ലെങ്കിൽ ഈ സമയം കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അല്പം അയവ് ലഭിക്കാം. സമയം അല്പം നീട്ടി കിട്ടാവുന്നതാകുന്നു. കൂടാതെ ഈ സമയം ധനപരമായ ചില നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ഇത്തരത്തിൽ ധനപരമായ ഉയർച്ച പ്രതീക്ഷിക്കാവുന്നതായ ഒരു സമയമാകുന്നു. പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ താല്പര്യപ്പെടുന്നവരാണ് നിങ്ങൾ എങ്കിൽ അതിന് ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് പറയാം. കൂടാതെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ, സാമ്പത്തികപരമായ നേട്ടങ്ങൾ അഥവാ പിന്തുണ ലഭിക്കുകയോ ചെയ്യാം. കൂടാതെ പല കാര്യങ്ങളിലും മറ്റുള്ളവരുടെ ഉപദേശത്താൽ ചില കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാകുന്നു. ശരിയായ ഉപദേശങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട്. നിയമപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം ഏതെങ്കിലും രീതിയിലുള്ള അനുമതി പത്രങ്ങൾ ലഭിക്കാനുണ്ട് എങ്കിൽ അത് ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് ശുഭകരമായ സമയമാകുന്നു. ശശരാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായും അല്ലാതെയും അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന ദിവസങ്ങളാണ് വന്നു ചേരുക. എന്നാൽ ഒരു കാര്യം പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തിക പുരോഗതിക്കായി ശനിയാഴ്ച കറുത്ത വസ്ത്രങ്ങൾ, ഇരുമ്പ് പാത്രങ്ങൾ, ഉഴുന്ന്, പുതപ്പ് മുതലായവ ദാനം ചെയ്യുന്നത് സർവ്വ ഐശ്വര്യപ്രദമാകുന്നു. അതിനാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ദാനം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ശനിദോഷം മൂലമുള്ള പല പ്രശ്നങ്ങളും ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളെ കൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്നതായ ഈ പരിഹാരം, ഇതിൽ ഏത് വസ്തുവാണോ ദാനമായി നൽകുവാൻ സാധിക്കുന്നത് അത് ദാനമായി നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുംഭം രാശിക്കാർക്ക്
ജൂൺ 8-ന് ശശരാജയോഗം ആരംഭിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ ഈ പ്രത്യേകമായ ദിവസം ഇവരുടെ ജീവിതത്തിലേക്ക് ചില അത്ഭുതകരമായ നേട്ടങ്ങൾ കൂടി കടന്നു വരാം. ലാഭം ലഭിക്കുന്നതായ ദിവസങ്ങൾ വന്നു ചേരാം. പ്രത്യേകിച്ചും ഇന്നേ ദിവസം അത്തരം കാര്യങ്ങൾക്ക് സാധ്യത മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് അല്പം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. നിങ്ങളുടെ താല്പര്യം പല കാര്യങ്ങളിലും വർദ്ധിക്കുകയും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. തന്മൂലം വിജയങ്ങൾ അല്ലെങ്കിൽ ധനപരമായ നേട്ടങ്ങൾ, പ്രശസ്തി, സ്വീകാര്യത എന്നിവ വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതുമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾ ക്ഷേമത്തിനായി കൂടുതൽ പ്രവർത്തിക്കുന്നതാകുന്നു. അഥവാ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമാകുവാൻ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ഈ സമയം നിങ്ങളുടെ പ്രശസ്തിയും ബഹുമാനവും വർദ്ധിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യുവാനോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരുവാനോ സാധ്യത കൂടുതലാകുന്നു. പ്രധാനമായും നിങ്ങൾ ജോലി ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് അഥവാ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് മികച്ചതായ പ്രകടനങ്ങൾ നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഈ സമയം മനസ്സ് സന്തോഷിക്കുന്നതായ നിരവധിയാർന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, കുടുംബാംഗങ്ങൾ, വേണ്ടപ്പെട്ടവർ എന്നിവരുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വ്യക്തി ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും എന്തെങ്കിലും ജോലിയെക്കുറിച്ചുള്ള സമ്മർദ്ദങ്ങളുണ്ട് എങ്കിൽ അതൊരു പരിധിവരെ ഒഴിവായി പോകുന്ന സമയമാകുന്നു. കുടുംബജീവിതം അഥവാ ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. അതിനാൽ ഈ സമയം നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത്, ഏതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടും തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നതാണ്. ഇപ്രകാരം ശ്രമിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച സമ്മാനിക്കുന്ന കാര്യങ്ങളായി മാറും. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യം ഓർക്കുക. ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഭാഗ്യം വർദ്ധിക്കുവാൻ, അതേപോലെ തന്നെ ശനിദേവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദോഷകരമായ കാര്യങ്ങൾ അകന്ന് ശനിദേവൻ നിങ്ങൾക്ക് അനുകൂലമാകുവാനും ഞാൻ ഈ പരാമർശിക്കുന്നതായ മന്ത്രം ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. ഈ രാശിക്കാർ തന്നെ വേണം എന്നില്ല. അതായത് ഈ രാശിക്കാർ മാത്രമല്ല ഇപ്രകാരം ജപിക്കേണ്ടത്, മറ്റു രാശിക്കാർക്കും ജപിക്കാവുന്നതാകുന്നു. ശനിദോഷം മൂലം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ അവർക്കും ഈ മന്ത്രം നിത്യവും ജപിക്കാവുന്നതാണ്. മന്ത്രം ഇപ്രകാരമാകുന്നു: ഓം ശം ശനൈശ്വരായ നമഃ എന്ന ഈ മന്ത്രം നിങ്ങൾ നിത്യവും 108 തവണയോ അല്ലെങ്കിൽ 3 തവണയോ ജപിക്കുക. 108 തവണ ജപിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. ഇപ്രകാരം നിത്യവും രാവിലെയും വൈകുന്നേരവും ജപിക്കുന്നത് ഭാഗ്യം വർദ്ധിക്കുവാനും സഹായകരമായി തീരും. കൂടാതെ തീർച്ചയായും നിങ്ങൾ ഈ സമയം ശനീശ്വരനെ ഭജിക്കുന്നതിനോടൊപ്പം പരമശിവനെ കൂടി ഭജിക്കുവാൻ, ഹനുമാൻ സ്വാമിയെ കൂടി ഭജിക്കുവാൻ ശ്രമിക്കുക. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും.